നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നാം ഇവിടെ ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ കർമ്മയോഗം എന്ന 3-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന്ന വശമാഗശ്ചേത് തൗഹ്യസ്യ പരിപന്ഥിനൗ. ഇനി പ്രസ്തുത ശ്ലോകത്തിലെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഇന്ദ്രിയസ്യ അർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോഃ ന വശം ആഗച്ഛേത് തൗ ഹി അസ്യ പരിപന്ഥിനൗ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഇന്ദ്രിയസ്യ അർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോഃ വശം ന ആഗച്ഛേത് ഹി തൗ അസ്യ പരിപന്ഥിനൗ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അർജുനെ പ്രസ്തുത ശ്ലോകത്തിലൂടെ വീണ്ടും ഉപദേശം നൽകുകയാണ്. എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളിൽ രാഗവും ദ്വേഷവും നിശ്ചിതങ്ങളാണ്. ആ രാഗദ്വേഷങ്ങൾക്ക് ഒരിക്കലും വശംവദനാകാനോ അടിമപ്പെടാനോ പാടില്ല. ഇവ രണ്ടും മനുഷ്യൻ്റെ ശത്രുക്കളാണെന്ന് അറിയുക. നമസ്തേ.